ഹായ്. ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഒരു തീഫ് ഒരു സാധനം കണ്ടിട്ട് ഓടി. പോലീസുകാർ അതിനെ ചേസ് ചെയ്തു. തീഫ് ആൻഡ് പോലീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവര് തമ്മിൽ ഇപ്പോ 1150 മീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്. തീഫ് ഇവിടെ പോലീസുകാരൻ ചേസ് ചെയ്യാൻ പോണേ ഉള്ളൂ. ഇവര് തമ്മിൽ ഗ്യാപ്പ് 1150 മീറ്ററിന്റെ ഉണ്ട്. പോലീസുകാരന്റെ സ്പീഡ് 11 കിലോമീറ്റർ പെർ അവർ ആണ്. തീഫിന്റെ സ്പീഡ് 6 കിലോമീറ്റർ പെർ അവർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 11 - 6, 5 കിലോമീറ്റർ പെർ അവർ ആണ് അവിടുത്തെ എഫക്റ്റീവ് സ്പീഡ്. ഇയാളും ഒരേ ഡയറക്ഷനിലല്ലേ പോണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോലീസുകാരെ ഇയാൾ പിടിക്കും. പിടിക്കണേക്കാൾ മുമ്പ് എത്ര കിലോമീറ്റർ ആ തീഫ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. നോക്കുക. അപ്പൊ നമുക്കേ പിടിക്കാൻ എത്ര സമയം എടുക്കും എന്ന് കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. ഇവിടെ ഡിസ്റ്റൻസ് 1150 ബൈ സ്പീഡ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ മാറ്റുക. 5/18. ഈ 5/18 മുകളിൽ പോകും. അപ്പൊ 1150/5 × 5 × 18 മുകളിൽ വരും. ഇതാണ് അവിടുത്തെ ടൈം. ഈ ടൈമിനെ ഇൻറ്റു സ്പീഡ് വെച്ച്, തീഫിന്റെ സ്പീഡ് എത്രയാ? 6 കിലോമീറ്റർ പെർ അവർ. അത് വെച്ച് ഇൻറ്റു ചെയ്ത് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ തീഫ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇതാണ് അവിടുത്തെ ടൈം. ടൈം ഇൻറ്റു തീഫിന്റെ സ്പീഡ് എത്രയാ? 6 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിനെ മാറ്റണം. 5/18. 5/18. 5/18. ഇനി നോക്കി സിമ്പിൾ ആയിട്ട് 18 വെട്ടിപ്പോവും. ഈ 5ഉം ഒരു 5 വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? ഒരു 1150 ഉണ്ട്, ബൈ 5 ഉണ്ട്, പിന്നെ ഒരു ഇൻറ്റു 6 ഉണ്ട്. 1150 5ല് 230 കിട്ടാം. 230 × 6 1380. ഓപ്ഷൻ ബി. സിമ്പിൾ ആണിത്. മെത്തേഡ് ഇതാണ്. മൈൻഡിൽ ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ചെയ്താം. 5/18 വെട്ടിപ്പോകുന്ന നമുക്കൊരു ലോജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ്.